അപ്പോൾ ഇന്ന് നമ്മൾ വാഴയ്ക്ക വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വാഴയ്ക്കല്ല, നമ്മൾ വാങ്ങിയതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ തൊലിയൊക്കെ കളഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ചെരിച്ച് വെക്കാം. വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ, പാം ഓയിലൊന്നും ചേർക്കുന്നില്ല. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ചെറുതായിട്ടരിഞ്ഞ് വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ സാധാരണയായിട്ട് ചക്കയും വാഴയ്ക്കയൊക്കെ വറുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. പാം ഓയിൽ കൂടി ചേർക്കുമ്പോഴാണ് തിളച്ച് പുറത്തേക്ക് എണ്ണ പോകാറുള്ളത്. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 1 മാസത്തേക്ക് കൊണ്ട് എന്തായാലും കേടൊന്നും ആവാതിരിക്കാറുണ്ട്. വാഴയ്ക്ക അരിഞ്ഞിട്ട വാഴ ഇളക്കി കൊടുക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിലാണ് ഒട്ടിപ്പിടിച്ചു പോകുന്നത്. അപ്പോൾ ഇനി ആയ വാഴയ്ക്ക നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിടാറുള്ളത്. എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പായിക്കോളും. അങ്ങനെ നമ്മൾ വാഴയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്.